എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചു നോക്കി. ഇരുളടഞ്ഞ വഴികളിലൂടെ, വെട്ടം കെട്ടുപോയ, പ്രത്യാശ കെട്ടുപോയ ഈ വലിയ നിരാശയുടെ വഴികളിലൂടെ, സംസാരങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു അപരിചിതൻ കൂടെ കൂടുന്നു. അയാളുടെ സംസാരം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുളിനെയും മാറ്റിക്കളയുന്നുവെന്ന് പിന്നീടുള്ള അവരുടെ സംസാരം നമ്മളോട് പറഞ്ഞു തരും. അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ, ഉള്ളിലിങ്ങനെ വെട്ടം നിറയുകയായിരുന്നില്ലേ എന്ന് പറയണേ. നമ്മുടെ കൂടെയുള്ള മനുഷ്യരൊക്കെ എന്തൊരു നല്ല മനുഷ്യരാണ്. അവരുടെ തിളക്കം കെട്ടുപോയ ജീവിതത്തെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് രൂപാന്തരീകരണത്തിന്. എമ്മാവൂസിലേക്ക് പോയ ക്രിസ്തു ഇങ്ങനെ ആത്മീയമായ സംഭാഷണങ്ങൾ കൊണ്ട്, സ്വർഗത്തിന്റെ വെളിച്ചം കൊണ്ട് അവരുടെ ജീവിതത്തെ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് പോലെ, സ്വർണം പൊടിപിടിച്ച് കിടക്കുന്ന സ്വർണത്തെ ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തിളക്കം വയ്ക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ നന്മയും സുഹൃതങ്ങളും തിരിച്ചു കൊടുക്കാനായി എൻ്റെ ഒരു സാന്നിധ്യം, എൻ്റെ ഒരു മാതൃക, എൻ്റെ ഒരൊറ്റ വാക്ക് കാരണമാകുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആലോചിച്ചു നോക്കി. വചനം പറയുന്നുണ്ട്, വിളക്ക് കൊളുത്തി ആരും അത് പറയുടെ കീഴിൽ വയ്ക്കാറില്ല, എല്ലാവർക്കും വെളിച്ചം കിട്ടുന്ന വിധത്തിൽ ദീപപീഠത്തിന്മേലത്ര വയ്ക്കുക. നിങ്ങൾ മലമുകളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന വെളിച്ചമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. കർത്താവിൻ്റെ ആഗ്രഹമാണ് ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ഒപ്പമുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം കൊടുക്കുന്നവരായി തീരാനുള്ള കൃപ തരണമേ എന്ന്. കൂടെ ജീവിക്കുന്നവരെ ജ്വലിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളിൽ സ്വർഗത്തിന്റെ ഒരു കനല് സൂക്ഷിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ലോകത്തിന്റെ വെളിച്ചമായവന് മുന്നിൽ നമുക്ക് സ്വർഗത്തിന്റെ പ്രകാശം കിട്ടാനായി, അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം.